ഇപ്പോൾ ആൻസൺ എന്ന് പറയുന്ന ആക്ടറിനെ പറ്റി നമ്മൾ പറഞ്ഞു. ആൻസൺ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ്? ഇതുപോലെയൊക്കെ തന്നെ ഒരു പാവത്താനാ. ഒരു പാവത്താനാ. ഈ പാവത്താന എന്ന് പറഞ്ഞപ്പോഴാണ് എവിടെ ശരിക്കും നാട്? ഞാൻ ശരിക്കും തൃശ്ശൂരാണ്, പുതുക്കാടാണ് ജനിച്ചത്. പക്ഷെ വളർന്നൊക്കെ ചെന്നൈയിലാട്ടോ. ഗാംബ്ലറിനെ പറ്റി കൂടുതൽ. ഗാംബ്ലർ ഒരു ഫാമിലി ഡ്രാമയാണ്, ഒരു ബേസിക്കലി ഒരു അച്ഛനും മകനുമായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ എനിക്ക് എൻ്റെ അമ്മമാരാണ് എനിക്ക് ബേസിക്കലി എൻ്റെ സൂപ്പർ ഹീറോസ് എന്ന് പറയാം. അപ്പോൾ അവരെന്നെ കറക്റ്റായിട്ട് വാർത്തെടുത്ത് വന്ന കാരണമാണ് ഞാനിവിടെ കുഴപ്പമില്ലാതെ ഈ ഒരു മോൾഡിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ആ സിനിമയിൽ കണക്ട് ചെയ്യാൻ പറ്റി. ഒരു അച്ഛൻ മകനായിട്ടുള്ളൊരു കുറേ ബന്ധത്തിനെ പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണ്. പിന്നെ മകൻ്റെ ഒരു സ്വപ്നത്തിൽ വരുന്ന ഒരു സൂപ്പർ ഹീറോ ഒരു ക്യാരക്ടർ. അതാ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, സൂപ്പർ ഹീറോ മൂവിയാണ് എന്നുള്ള. മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ഇതൊന്നല്ല. അതങ്ങനെ ആവാൻ യാതൊരു ചാൻസും ഇല്ലല്ലോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ മിക്കതും കുട്ടിച്ചാത്തനും ഉണ്ടായിരുന്നു. പിന്നെ ലിറ്റിൽ സൂപ്പർമാൻ, അങ്ങനെ പിന്നെ മറ്റേ ലിറ്റിൽ സൂപ്പർമാനും മറ്റേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതിനകത്തൊരു സൂപ്പർ ഹീറോ ആയിട്ട് മറ്റേ ഒരു ടോട്ടൽ സൂപ്പർ ഹീറോ സിനിമ അല്ലെങ്കിലും അതിനകത്തൊരു സൂപ്പർ ഹീറോൻ്റെ ഒരു പുതിയൊരു അയ്യോ മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഒരു ഡ്രീം സീക്വൻസി മാത്രമാണ് വരുന്നത്. ഇതൊരു സൂപ്പർ ഹീറോ, അതെ, ഇത് സൂപ്പർ ഹീറോ ചിത്രമാണെന്ന് വിചാരിച്ച അങ്ങനെ വിചാരിച്ച് പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് സൂപ്പർ ഹീറോ ചിത്രമല്ല. പക്ഷെ അത് എനിക്ക് തോന്നിയത് ട്രെയിലറിനകത്തൊക്കെ വളരെ വ്യക്തമായിട്ട് എല്ലാവരും കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഡ്രീം റോൾസ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഡ്രീം റോൾസ് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന എല്ലാ റോളുകളും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരു ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള റോൾസൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്. അത്രയ്ക്കും വളരെ ഒരു മാസ് എൻട്രിയിൽ വരുന്ന അങ്ങനത്തെ റോൾസ് ചെയ്യണം. റോൾസ് ആഗ്രഹങ്ങളില്ലായിരുന്നല്ലോ എല്ലാവരും ആഗ്രഹങ്ങൾ അങ്ങനെയാണല്ലോ. പിന്നെ നല്ല കഥകളൊക്കെ. റോൾ മോഡൽ ഉണ്ടോ? റോൾ മോഡൽ എല്ലാ ആക്ടേഴ്സിൻ്റെയും നമ്മൾ നല്ല ക്വാളിറ്റീസ് അങ്ങോട്ട് കുറച്ച് കവർന്നെടുക്കും. അപ്പോൾ എല്ലാം നല്ല ആക്ടേഴ്സാണ്. നമുക്ക് ഇവിടുന്ന് എത്രയോ ആക്ടേഴ്സിൻ്റെ ഒരു ചെറിയ ക്വാളിറ്റീസ് എടുത്താൽ പോലും നമുക്ക് എല്ലാവരും റോൾ മോഡൽസാണ്. അപ്പം അങ്ങനെ ഒരാൾ മാത്രം ഇരിക്കുന്നൊരു സംഭവമല്ല അല്ലേ? പറയാം, ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയണം, അങ്ങനെയൊക്കെയല്ലേ പറയാം. കുറച്ചും കൂടി ഇങ്ങനെ പോളിഷ്ഡ് ആക്കിയിട്ടൊക്കെ പറയുകയാണെങ്കിൽ തന്നെയാണ്. സിനിമ അല്ലാതെയുള്ള ഇഷ്ടങ്ങൾ എന്തൊക്കെയാ? സിനിമ അല്ലാതെ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്, മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമാണ്, ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ കുറേ. എനിക്ക് പിന്നെ ഒരു ചെറിയൊരു പട്ടിക്കുട്ടിയുണ്ട്. സോ റൂഡി എന്നാണ് അവൻ്റെ പേര്. ഞാനും അവനുമായിട്ട് ചിലപ്പോൾ ട്രാവൽ ചെയ്യും. അപ്പം അങ്ങനെ ഇറ്റ്സ് എ മിനിയേച്ചർ പിഞ്ചർ. ചെറിയ ഇത്രയേ ഉള്ളൂ പാട്. ഒരു 4-4.5 വയസ്സായി. അപ്പം ഞങ്ങളുടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ട്രാവൽ ചെയ്യാറുണ്ട്. കാറിൽ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ട്രാവൽ ചെയ്യും. ചിലപ്പോൾ ഞാൻ എൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ ഇട്ടിട്ട് അങ്ങനെ സിബ് ചെയ്തിട്ടായിരിക്കും ഓടിക്കുന്നത്. റൂഡിയും ഞാനും ഭയങ്കര കണക്റ്റഡ് ആണ്. റൂഡോൾഫ് എന്നാണ് ശരിക്കുള്ള പേര്. പിന്നെ റൂഡോൾഫ് മാത്രമേ ഉള്ളൂ, റെയിൻഡിയർ ആയിട്ടില്ല. ഒരു റെഡ് നോസ് ഒക്കെയാണ് കേട്ടോ. റൂഡോൾഫ് എന്നാണ്. പ്രാർത്ഥിക്കാൻ നല്ല സിനിമകൾ, നല്ല ക്യാരക്ടേഴ്സ്, നല്ല സിനിമയുടെ ഒരു ഭാഗമായിട്ട് ഭാവിയിൽ ഞാൻ ഇവിടെ തന്നെ നമുക്ക് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർവ്യൂ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും അവസരം. താങ്ക് യു. കാണാമോ? ഓക്കെ, ബൈ.